യെസ് ഓക്കെ. എല്ലാരും സഹി കേട്ടോണ്ടിരിക്കാന്ന് തോന്നുന്നു. ഇതാണോ റിക്വസ്റ്റ് വന്നേക്കുന്നത്? ഇവിടെ ഭയങ്കര ബഹളാണല്ലോ. കൈലാസ് റിക്വസ്റ്റ് എനിക്ക്. Okay, I am no problem. Sandra madam, hi. I am Aisha. പ്രാർത്ഥന ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പ്രാർത്ഥന എനിക്കൊന്ന് റിക്വസ്റ്റ് അയച്ചേ. ഓക്കെ, ഇൻവൈറ്റ്. എല്ലാവർക്കും ബിഗ് കൺഗ്രാറ്റ്സ്. താങ്ക് യു മാധുരി, താങ്ക് യു സോ മച്ച്. സുബിൻ ഷാ, ബാബു അണ്ണ എന്ന് വിളിക്കുന്നു. യെസ്, ബാബു അണ്ണൻ ഇസ് ഹിയർ. ഹായ് ഡിയർ ചേച്ചി എന്ന് വിൽസൺ ചേട്ടാ വിളിക്കുന്നു. അഫ്ല ഹലോ. സിജു ജോൺ, അനീഷ ആന്റണി, അശ്വതി ദിലീപ്, ജിഷ്ണു, Aneet, Chaco, Little Hearts, nice movie. Congratulations and best wishes to the entire crew behind the movie. Thank you so much. Katral movie kandal nashtam aavumo? നഷ്ടമാവില്ല. ഖത്തറിൽ മൂവി കണ്ടാൽ ചിലപ്പോ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്വന്തം ആള്, അതെ, നമ്മുടെ പള്ളിയിലച്ഛൻ. പടം കണ്ടു. പൊളി. ഖത്തറിൽ മൂവി കാണണം എന്ന് ഞാൻ പറയില്ല. ബാക്കി പറയും. ഖത്തറിൽ നമ്മുടെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഖത്തറിൽ ഒരുപാട് കട്ട്സോട് കൂടിയിട്ടാണ് സിനിമ റിലീസ് ചെയ്തേക്കുന്നത്. അപ്പം ആ വേർഷൻ കണ്ട് ആരും ജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് ഷൈൻ ടോം ചാക്കോയുടെ ഒരുപാട് സീൻസ് അവിടെ കട്ടായി പോയിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ലാസ്റ്റത്തെ കല്യാണം സീൻസ് എല്ലാം പോയിട്ടുണ്ട്. സോറി. അപ്പൊ പടം കണ്ട് അടിപൊളിയായിട്ടുണ്ട്. ബാബുചേട്ടൻ അടിപൊളി തിരിച്ചു വരവന്നു. ഷെയ്ൻ വന്നോ? തിരിച്ചുവരെ നമ്മുടെ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഒരു വിചാരമുണ്ട് ഇവർക്ക്, ഈ കുറച്ച് പ്രായം ആയിക്കഴിഞ്ഞാൽ പ്രണയിക്കാൻ പറ്റില്ല എന്നത് നമ്മള് ശരിയല്ലല്ലോ. നമ്മള് കൊച്ചു ചെറുപ്പത്തില് നമ്മള് കാർന്നവന്മാരുടെ പൈസക്ക് നമ്മൾ പ്രണയിച്ചു. നമ്മളിപ്പോ നമ്മുടെ സ്വന്തം പൈസക്ക് നമ്മൾ പ്രണയിക്കുന്നു. ഞാൻ ഇവിടെ ഫിറ്റായി പോകുന്ന മൂവി ഞാൻ കണ്ടില്ല, ബട്ട് പോയി കാണും. ഞങ്ങൾ കോഴിക്കോടാണോ? മഹിമയുണ്ടോ? ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ, ഞങ്ങളുടെ മറ്റുള്ള ടീമുകളെല്ലാം വീണ്ടും കാണിക്കുന്നു. പവർ ബ്രൈ ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരും. ഓക്കെ, ഞാൻ സിസിലി, ബാബുരാജേട്ടന്റെ പേരായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാരും പോയി പടം കാണണം. ആൻഡ് ഒത്തിരി സന്തോഷം തരുന്ന ഒരു പടമാണ്. സോ എല്ലാരും പോയി കാണുക, വിജയിപ്പിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് പീസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. സോ പടം പോയി കാണാം പ്ലീസ്. മഹിമേനെ അയ്യോ, എനിക്ക് എന്തൊക്കെയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു മുമ്പേ. ഇനി ആരാ? ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, മഹിമ ഒന്ന് റിക്വസ്റ്റ് ചെയ്യൂ. ബംഗാളി പൊളിന്ന്. പിന്നെ ഷെയ്ൻ ആൻഡ് ബാബുരാജ് കോംബോസ് പൊളി. സിബിച്ചൻ എവിടെ? സിബിച്ചൻ ആക്ച്വലി ഇവിടെ ഇപ്പൊ എത്തിച്ചേരും. നമ്മള് ലൈവിൽ ജോയിൻ ചെയ്യാൻ ട്രാഫിക്കിലാണ്, ഇപ്പൊ എത്തും. ഐ ലവ് യു ആൻഡ് റോസ് നിജു. വിഷ്ണു, ഉണ്ണി മൂവീസ് കൊച്ചി വന്നിട്ട് മൂവി കാണാന്ന്. അപ്പൊ ഉണ്ണി ഇവിടെ ഇല്ലേ? നസീൻ വലിയറ, ഖത്തറിലേക്ക് പ്രൊമോഷന് വരുന്നോ? ഖത്തറിലേക്ക് പ്രൊമോഷന് വിളിച്ചിരുന്നു. 16, 17 ബാബുചേട്ടനും എല്ലാരും ഉണ്ടെങ്കിൽ നമ്മൾ പെരുന്നാളാണ്. അപ്പൊ ഷെയ്നോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് 16th 17th. അപ്പൊ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നതായിരിക്കും.
ബംഗാളി അല്ല, അത് ഞങ്ങളുടെ കോക്കാണെന്ന്. മക്കളെവിടെ ഇല്ല, അവര് വേറൊരു വീട്ടിലോട്ട് പോയേക്കുവാ. കട്ടപ്പനക്കാരെ കുറിച്ച് ബാബുചേട്ടൻ പറ. കട്ടപ്പന എന്ന് പറഞ്ഞാല് വളരെ എത്ര പൈസ കയ്യിലുണ്ടെങ്കിലും അതിന്റെ അഹങ്കാരം കാണിക്കാത്ത ആൾക്കാരാണ് കട്ടപ്പനക്കാർ. ഒറ്റ പറഞ്ഞാൽ കോടികൾ ഉണ്ടാകാം, പക്ഷെ എന്നാലും സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഞങ്ങളുടെ സിമ്പിൾ സ്വിച്ചിനെ പോലുള്ള ആൾക്കാരാണ് കട്ടപ്പനക്കാർ. കട്ടപ്പന നമ്മുടെ ഒരു സത്യം പറഞ്ഞ രോമാഞ്ചമാണ്. എന്താ രമ്യ? ഉറപ്പായിട്ടും മനോഹരമായിട്ടുള്ള സ്ഥലം, നല്ല ആൾക്കാര്, അടിപൊളിയാണ്. എന്താണ് ബംഗാളിനെ കുറിച്ചുള്ള അഭിപ്രായം? ബംഗാൾ ഒരു സ്ഥലമാണ്. നല്ല രാത്രി അല്ല ശരി രാവിലെ ഒന്നും കുളിക്കാനൊന്നും പറ്റില്ല, ചൂടുവെള്ളമില്ലെങ്കിൽ. അല്ല അങ്ങനെയാണ്. അതെ, ഉപസാരിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനി നമ്മുടെ ബംഗാളിയെ കുറിച്ചൊന്ന് പറയട്ടെ. ബംഗാളി ഒരു ചില്ലറക്കാരനല്ല. പുള്ളിയാണ് നമ്മുടെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ ലോഗോ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ പോപ്പിൻസിന്റെ ഒക്കെ ഒരു കളർ പാറ്റേൺ അല്ലെ? പോപ്പിൻസിന്റെ കളർ പാറ്റേൺ ഇദ്ദേഹമാണ് ഇപ്പൊ നമ്മുടെ അമൽനീതിന്റെ പടം ബൊഗെയിൻവില്ല ഡിസൈനർ. എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു ഡിസൈൻ സ്റ്റുഡിയോ അല്ലെ? അങ്ങനെ ഒരു ചില്ലറക്കാരനല്ല നമ്മുടെ ബംഗാളി. ശരിക്കും ആസാമി ക്യാരക്ടറാണ് നമ്മുടെ സിനിമയില്, പക്ഷെ അത് ബംഗാളിയായി മാറി. ഇപ്പോഴും എനിക്ക് പേര് കിട്ടത്തില്ല. എനിക്ക് ബംഗാളി ബാബു എന്ന് എനിക്ക് എപ്പോഴും പേര്. പവർ ബൈ ഐ ലൈക്ക് യു. കൺഗ്രാറ്റ്സ് ആൻഡ്ര ചേച്ചി, യു സീം സോ ഹാപ്പി. അതെ, എല്ലായിടത്തും ഷോസ് എല്ലാം ഫുള്ളായി പോകുന്നുണ്ട്. അപ്പൊ സന്തോഷം. അപ്പൊ ഞങ്ങളിപ്പം ഒരു തിയേറ്റർ വിസിറ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പൊ എല്ലായിടത്തും നിറഞ്ഞ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നു, കൈയടിക്കുന്നു ഒക്കെ കാണുമ്പോ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാരും പോയി കാണണം. തിയേറ്ററിൽ ഉള്ളപ്പോഴാണ് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കാണിക്കേണ്ടത്. ഒരു റിക്വസ്റ്റ്, ആക്സെപ്റ്റ് മഹിമ. ഓക്കെ, പക്ഷെ കാണുന്നില്ലല്ലോ ബാബുചേട്ടനെ. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. മഹിമ വന്നു. എന്താണ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? എവിടെയാണ് കുൽസിതം? കാസർഗോഡ് തിയേറ്ററും ഒക്കെ അല്ലേ? ഇവിടുത്തെ തിയേറ്ററിലൊക്കെ നല്ല ഓക്യുപ്പൻസി ഉണ്ട്. എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്. എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേര് കോഴിക്കോട് നിന്നും കാസർഗോഡ് മാംഗ്ലൂരിന്നൊക്കെ കണ്ടു. മാംഗ്ലൂരൊക്കെ നല്ല അടിപൊളി റെസ്പോൺസ് ആന്ന് പറഞ്ഞു. അപ്പം ഹാപ്പി അല്ലേ? എന്ത് പറയുന്നു എല്ലാരും? കാലിക്കട്ട് 2 തിയേറ്ററിൽ പോയി. ഓ അടിപൊളി. ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടു. വെളിച്ചം വേണം, മുഖത്ത് വെളിച്ചം വേണം. വെരി ഗുഡ്. രണ്ടുപേരും തൊപ്പി വെച്ചിട്ടാണല്ലോ. തൊപ്പിയുടെ കളർ വന്നാണ് ഗ്രേ. ബ്ലൂ ആണ് അത്. ലൈറ്റ് ബ്ലൂ ആയിട്ടാ തോന്നിയേ. ഒരു ഫ്ലാഷ് ലൈറ്റും കൂടി ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്. ഹലോ, ഒരു വലിയ ഹലോ ഉണ്ട്. എന്താണ് ബാബുചേട്ടാ? ഓ, നിങ്ങൾ എല്ലാരും ഒരു സ്ഥലത്താണല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി. ഇതാ നമ്മുടെ മറ്റൊരു പ്രൊഡ്യൂസർ വിൽസൺ ഭായി, മറ്റൊരു പ്രൊഡ്യൂസർ, പിന്നെ നമ്മുടെ ടീം ഫുൾ ടീം. ഇതാ നമ്മുടെ കുട്ടിക്കാലം ചെയ്ത ഹലോ. പിടിച്ചോ. അതൊക്കെ പറയും, വിശേഷങ്ങൾ പറയും. അതിനൊക്കെ കുറച്ച് മറുപടി പറയൂ നിങ്ങൾ രണ്ടുപേരും. ഹായ് പറയുന്നു. ഹലോ, വിൽസൺ ചേട്ടൻ ഒരു ഹായ് ഉണ്ട്. ഹലോ, കമന്റ്സ് ഒന്നും ബിലീവർ ഷെയ്ൻ ബ്രോ, എനിക്കൊരു ചാൻസ് തരൂ അഭിനയിക്കാൻ. സാന്ദ്ര ചേച്ചിനോട് ഇതൊക്കെ ആരാ? നമ്മുടെ ലവ് യു ടു ഹെറി പ്രിൻസ് ലവ് യു ടു. നിങ്ങൾക്ക് എനിക്ക് വേണ്ടത് വേറെ തോന്നുന്നില്ല. നിങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല. എല്ലാം മറുപടി പറയാണ്. അതാണ്
ഞാനും കൂടെ പറയണോ? രണ്ടുപേരുടെയും ക്യാപ്പ് സൂപ്പർ. താങ്ക് യു അമി ഡി ലേം. ഞാൻ പറയുന്നൊക്കെ കറക്റ്റ് ആണോന്ന് അറിഞ്ഞൂടാ ഷെയ്ന് എന്തായാലും. കാണാൻ പറ്റുന്നില്ലേ ഇക്കാന്ന് മെസ്സേജ്? വിളിക്കുന്നുണ്ട്, അടിച്ചു കയറി വാന്നൊക്കെ. ആ അടിച്ചു കയറി വരും. അടിച്ചു കയറി വാന്നാ. നിങ്ങളാണ് വരണ്ടേ ഇനി തിയേറ്ററില്. ഞങ്ങളുടെ അതെ പണിയൊക്കെ മക്കളെ തിരിച്ചു പറയണം, അടിച്ചു കയറി വാ തിയേറ്ററിലേക്ക് കേട്ടോ. അതെ, നിങ്ങൾ എല്ലാവരും അടിച്ചു. ലവ് യു മഹിമച്ചി. താങ്ക് യു. ലവ് യു ടു. ഹായ് പറയാമോ? ഹായ്. ലവ് യു സോ മച്ച്. ചേച്ചി, ഞങ്ങളുടെ താങ്കളുടെ കുലുസു എവിടെ? ഒരാള് തെറി വിളിച്ചിരുന്നെ എന്നെയാണോ ആവോ? തങ്ക കുലുസു എവിടെയെന്നാ ചോദിച്ചത്. ഞാനും താനും കാണുന്ന കമന്റ്സ് വേറെ ആടോ. ലവ് യു ചേച്ചി അനു 10 ഓക്കെ. ആ ഞാൻ തന്നെ പിന്നെയും ജോയിൻ ചെയ്ത. ആ ഫോളോ ഓക്കെ. ആ ഇതെനിക്ക് മനസ്സിലാവണം. ഇതിന്റെ സിസ്റ്റം എന്തോ തകരാറുണ്ട് കേട്ടോ. എന്ത് ഇല്ല, നിങ്ങൾ ഞാൻ കോട്ടയത്ത് കാണുന്നതല്ല, വരും, നിങ്ങള് അടിപൊളി പടം. അഞ്ജു അശോകൻ അടിപൊളി പടം. താങ്ക് യു സോ മച്ച്. ബിഗ് ഫാൻ ഷൈനിക. താങ്ക് യു സോ മച്ച്. ഇത് തന്നെയാണോ നിങ്ങൾ കാണുന്നത്? അല്ല, ഞാനിപ്പോ ചേച്ചിയാ കാണുന്നേ. കോട്ടയത്ത് വരുമെന്ന് അവരുണ്ട്, എല്ലാവരും ഇത് വരും കോട്ടയത്ത്. കാസർഗോഡ് എനിക്ക് വേണ്ട ഈ കേരളത്തിന്റെ അറ്റത്തായോണ്ട് ചിലപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രശ്നം ഉണ്ടാവും അങ്ങോട്ട്. ചെന്നൈ ഞങ്ങളുടെ നാടിനെ ചെന്നൈയിലും പുറത്ത് പറയാൻ ഒക്കെയാണോ? പാടില്ല. ചെന്നൈ അടിപൊളിയല്ലേ? പറയാൻ പാടില്ല. എന്നാ ചെന്നൈ നാടിന്റെ കുഴപ്പമില്ല, സൂപ്പറല്ലേ? റേഞ്ച് ചിലപ്പോ കിട്ടാറുണ്ട്. ചേച്ചി എവിടാ? ഞാൻ വീട്ടിലെ മോനെ. ചേച്ചിന്ന് ഉദ്ദേശിക്കുന്ന സാന്ദ്ര ചേച്ചിനെ. താൻ പോടോ. അടിപൊളി പട. താങ്ക് യു. അത് ഞാനും കണ്ടു സിബി. എന്നെ ആരാണ് കാണുന്നത്? കണ്ടു. നമ്മുടെ ഇപ്പൊ ഒന്നാ കറക്റ്റാ. എന്തോ ബാബുചേട്ടൻ എന്തോ പറഞ്ഞു. ബാബുചേട്ടൻ അത് ഞാൻ കണ്ടില്ല കേട്ടോ. അടിച്ചു കേറി മക്കളെ. ഷെയ്നേട്ടാ താങ്ക് യു. നിങ്ങളുടെ ഇനിയും നല്ല പടങ്ങൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളെന്നും സപ്പോർട്ട് ചെയ്യുക. മലപ്പുറത്ത് സൂപ്പർ. താങ്ക് യു. മഹിമ ചേച്ചി എവിടാ? ഞാൻ വീട്ടിലാ. താങ്ക് യു. ബാബു ചേട്ടാ ഐ ലവ് യുന്ന്. ഐ ലവ് യു ടു. ബാബു ചേട്ടാ ഐ ലവ് യു 3. സിബി എന്താണ് തന്റെ മുഖത്തിന്റെ സൈഡിലായിട്ട് കൊറേ ലിറ്റിൽ ഹാർട്സ് ഇങ്ങനെ പറക്കുന്നു. അത് തന്റെ മുഖത്തിന്റെ സൈഡിലായിട്ടും പറക്കുന്നുണ്ട്. കൊറേ കുഞ്ഞു കുഞ്ഞു ഹൃദയങ്ങൾ ഇങ്ങനെ പറക്കുന്നു. ഒരു തീയൊക്കെ പറക്കുന്നു ഇപ്പൊ. ഗൈസ്, മൂവി നല്ല രസമുണ്ട്. വെരി ഗുഡ്. എടാ അഖിലേ, എന്റെ ഫ്രണ്ടാണ് അഖിൽ ചക്കാല. നമ്മുടെ അമിതേട്ടന്റെ അനിയനാ. അമിത് ചക്കാലക്കലിന്റെ അനിയനാ. എന്റെ സ്കൂൾ ഫ്രണ്ടാ. ക്ലബ് കേറും സാന്ദ്ര ചേച്ചി. സാന്ദ്ര ചേച്ചി പറയട്ടെ. ഇൻഷാല്ലാ. എങ്ങനെ വന്നാലും ഒരു 50 ഒന്ന്. ഞാൻ എനിക്ക് കരുനാക്ക. എന്റെ കരുനാക്ക് വെച്ചാൽ 150 പറഞ്ഞു. 150 കിട്ടി എന്ത് ചെയ്യും ചേച്ചി? എനിക്ക് കുറച്ച് കണ്ട. മുഹമ്മദ് അലി എന്റെ പേര് പറയൂ. പാട്ട് മൂവി. താങ്ക് യു ചേട്ടാ. എനിക്കൊരു ഹായ്. പടം പൊളിച്ചു. താങ്ക് യു സോ മച്ച്. അല്ല, നിങ്ങൾ രണ്ടുപേരും തൊപ്പി വെച്ച് ഒരുമിച്ച് ഇറങ്ങാനുള്ള പ്ലാൻ ആയിരുന്നോ? അതെ. ഞങ്ങളിങ്ങനെ ഓരോ പരിപാടിക്കും ഇങ്ങനെ അതിന് മുമ്പ് പ്ലാൻ ചെയ്യും. ട്വിന്നിങ് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങും. ഞങ്ങള് പ്ലാൻ ചെയ്യണേ. ഷെയ്നോട് ഞാൻ ഇറങ്ങുമ്പോ ചോദിക്കും താന് സിബിന്ന് എന്താ ഇടുന്നേന്ന്. അതിനനുസരിച്ച് പടം കണ്ടില്ലേ? അത് കൊള്ളാം. ബേബി സിസിലി കണ്ട ഒരേ കളർ കണ്ട, ഒരേ കളർ ഡ്രസ് കണ്ട. അതിനകത്ത് സിസിലി അമ്മ എന്താണ് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഇന്ന് പോയി മേടിച്ചതല്ലേ? അപ്പൊ സത്യം പറ, ബാബുചേട്ടനോട് ചോദിച്ചിട്ടല്ലേ പോയെ? ഞാൻ രാവിലെ ക്യാപ്പ് പഠിക്കാൻ റൂമിൽ അയൺ ചെയ്ത ഞാൻ കണ്ടു. രമ്യ ചേച്ചി എന്താണ് കുൽസിതം കുൽസിതം പവർബായി ഏറ്റെടുത്തു. പോൾ നമ്മുടെ ഡയറക്ടർ. ഒരു മിനിറ്റ് ആരോ ഒരാള് കമന്റ് ചെയ്തേക്കണേ.
നിങ്ങൾക്ക് സംസാരിക്കാനാണെങ്കിൽ എന്തിനാ ലൈവ് ശരിയാട്ടാ. ശരിയാ. എബിച്ചേട്ടാ റിക്വസ്റ്റ് ചെയ്താൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. എബിച്ചേട്ടനൊന്ന് റിക്വസ്റ്റ് ചെയ്യോ? യെസ്. ചേട്ടാ ഇതിലേക്കൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏതാ പടം? സംസാരിക്കാനായിരുന്നു. ഞങ്ങളുടെ ഒരു പടം റിലീസ് ആയിട്ടുണ്ട്. ലിറ്റിൽ ഹാർട്സ് എന്നാണ് സിനിമയുടെ പേര്. 300 കോടി ക്ലബിൽ കയറാൻ ആശംസിച്ചിട്ടുണ്ട് ഒരാള്. ഇത്ര പൈസ ഞങ്ങളുടെ എന്ത് ചെയ്യുന്ന അറിയില്ല മക്കളെ, അതുകൊണ്ട് വേണ്ട. ഓ യാ. മഹിമ ചേച്ചി സുഖമാണോ? മലയാളത്തിൽ നന്ദഗോപൻ ബി എന്റെ മ്യൂസിക് ഡയറക്ടറാണ്. ഹലോ, ഡയറക്ടറാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അയ്യോ നന്ദു എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ ഹാളിലെ മ്യൂസിക് ഡയറക്ടറാണ്. ബാബു ബ്രോ ഒരു 10 പുഷപ്പ്. ഉറങ്ങാൻ സമയമില്ല ഷെയ്നൊക്കെ. ഞങ്ങൾക്ക് ഇനി ഉറക്കമില്ല, ഇവിടെ 9 ഫ്രം അമേരിക്ക. ലവ് യു മഹിമ. എനിക്ക് മാത്രമേ ഉള്ളൂ സ്നേഹം, ഞങ്ങളുടെ സിനിമയ്ക്കും കൂടെ കുറച്ച് സ്നേഹം തരും. മലയാളം നെക്സ്റ്റ് നന്ദഗോപൻ ഹായ് കൈലാസേട്ടാ. ബേബി ചായോ ഫിലിം കണ്ടുട്ടോ, പൊളി. ഈ മൂവി 100 ക്രോവിൽ ക്ലബിൽ കേറട്ടെ. എന്റെ കമന്റ് വായിച്ചില്ലേൽ ഞാൻ മൂവി കാണാൻ വരില്ലാന്ന്. പടം കണ്ടു, നൈസാണ്, എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യൂ. എന്റെ ചേട്ടത്തിയമ്മ ജോയിൻ ചെയ്ത്. ഹായ് പാപ്പേ. എന്റെ ചേട്ടത്തിയമ്മ നമ്മുടെ പവർ സ്റ്റാർ ബാബുവേട്ടൻ. പവർ സ്റ്റാർ എന്നൊക്കെ പവർ സ്റ്റാർ പുതിയ സാധനമല്ല. പടം സക്സസ് ആവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇതിങ്ങനെ സ്പീഡിൽ പോണേ, പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. UAE പടം ബാനായി, അതുകൊണ്ട് UAE പടം ഇറങ്ങില്ല. നാട്ടില് ഫ്ലൈറ്റ് എടുത്തൊന്ന് കാണുമ്പോനെ പ്രവീണേട്ടൻ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ സിബി ബേബി ഫാൻസ് എബി ട്രീസ്. അപ്പോൾ എന്റെ പൊന്ന് ഡയറക്ടർ, നിങ്ങളൊന്ന് ജോയിൻ ചെയ്യ, റിക്വസ്റ്റ് കൊടുക്ക്. പിന്നെന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം? ലവ് ഫ്രം നൈജീരിയ. തരുമോ? അയ്യോ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ചേച്ചിയേന്ന്. റോക്കിംഗ് സ്റ്റാർ ബാബു ചേട്ടൻ. നിങ്ങളെ സിനിമ കണ്ടവർക്ക്, ഇപ്പൊ ഇതിനകത്ത് സിനിമ കണ്ടവരുണ്ടാവൂലോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? അത് പറയൂ. ഹായ് പറയാതെ നിങ്ങൾ കണ്ടവര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ പറയൂ. അഡ്വാൻസ് ഈദ് മുബാറക്. ഇന്തോനേഷ്യ. ഷെയ്ൻ സ്റ്റക്കായോ? ഷെയ്ൻ പോയി, എനിക്ക് കാണാനില്ല ഷെയ്നെ. ആണോ? ലവ് ഫ്രം സാൻഡ്ര തോമസ്. പാർക്കുട്ടിയില്ലേ? ഷെയ്ൻ ബ്രോ ബിഗ് ഫാൻ. മഹിമേനെ ക്യാരക്ടർ. സിനിമ കണ്ടില്ല. പോയി വേഗം എത്രയും പെട്ടെന്ന് പോയി കാണണം കേട്ടോ സിനിമ കാണാത്തവരൊക്കെ സിനിമ വേഗം പോയി കാണാ. ബേബിച്ചൻ പൊളി. ഐ എം ആൽബിൻ ടോമി. സിബി പോയി. തൃശ്ശൂർ വരുവോ പ്ലീസ് ചോദിക്കുന്നു ആര്യ. ചേച്ചി തങ്കക്കൊലുസ് എവിടെ? വരും. കണ്ടു. എങ്ങനെയുണ്ട്? താങ്ക് യു നവീൻ. ഷെയ്ൻ പോയോ? ഒരു മിനിറ്റ്. ഷെയ്നെ ചിലപ്പോ രണ്ടാമത് ആഡ് ചെയ്യേണ്ടി വരും ചേച്ചി. കൈലാസേട്ടാ ചേച്ചി ജോയിൻ ചെയ്തു. ചേട്ടന്റെ വൈഫ് ജോയിൻ ചെയ്തു ലൈവില്. കൈലാസേട്ടൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയതാ, തീർന്നിട്ടില്ല. മഹിമ ലവ് യു. പ്രണയം ഒരു രക്ഷയില്ലാന്ന്. ആണോ? താങ്ക് യു സോ മച്ച്. എവിടെ ഷൈൻ പോയോ? എന്തോ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആയതാന്ന് തോന്നുന്നു, കാണാനില്ല. ഓക്കെ. ഹലോ, ഇതൊക്കെ ആര്? നമ്മൾ ടീംസ്.
താങ്ക് യു. Power by. Please add the comment. ഫാൻ ഫ്രം ഉഗാണ്ടാന്ന്. Power by. അതെ അവസാനിപ്പിച്ചു എല്ലാം പറഞ്ഞു. പവർ ബൈ പറയൂ. ഒരു പവർ ബൈ നിങ്ങളുടെ മറ്റേ ആസാമീസ് ലാംഗ്വേജിൽ ഒരു ഡയലോഗ് അങ്ങ് കാച്ചു. പവർ ബൈ. പവർ ബൈക്ക് എന്തോരം ഫാൻസ് ആണ്. ഇല്ലല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്നറിയോ? സഞ്ജുഷ, താങ്ക് യു സോ മച്ച്. അതെ, നിങ്ങളൊരു മറ്റേത് പറയണില്ലേ, മറ്റേ സിബിസൺ ബേബിസൺ, ആ ഡയലോഗ് പറയൂ. അത് പറയാം, നമ്മുടെ ജീവിതം ആടുജീവിതം പോലെ. അത് പറയൂ. സൈലൻസ്. സിബിസ ബിബിസ ഇല്ലാത്ത എന്റെ തൊടാത്തിലെ ജീവിതം ആട് ജീവിതം പോലെയാകും. അപ്പൊ അത്രേ ഉള്ളൂ. എന്റെ കമന്റ് മാത്രം വായിക്കുന്നില്ല. അയ്യോ പോലെ. ഹായ് ചേച്ചി, ഫിലിം സൂപ്പർ, താങ്ക് യു സോ മച്ച്. മുഹമ്മദ് സാബിദ്, താങ്ക് യു. പോയി കാണുക. നാളെ തിങ്കളാഴ്ചയൊക്കെയാണ്. ദുഃഖവെള്ളിയാഴ്ചക്ക് അപ്പുറം അച്ഛന്റെ ഡയലോഗ്. അപ്പൊ എല്ലാവരും പോയി കാണുക. സിനിമ സമാധാനമായിട്ട് കാണുക. അതെ, എല്ലായിടത്തുനിന്നും നല്ല റിപ്പോർട്ട്സ് ആണ് വരുന്നത്. അപ്പം എല്ലാവരും പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ വേണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടാനായിട്ട്. അപ്പം ഇതുവരെ ബേബി ചേട്ടാ ലവ് യു എന്നൊക്കെ എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നു. വാവ് എന്നൊക്കെ. ഓക്കെ എല്ലാം അതൊക്കെ എല്ലാം തിയേറ്ററിൽ പോയിട്ട് ദൈവമേ, നിങ്ങളിപ്പോ കാണിക്കുന്ന സ്നേഹമൊക്കെ തിയേറ്ററിൽ പോയിട്ടും കൂടെ കാണിക്കാം. ഒറ്റയ്ക്ക് കാരണം ഇതൊരു ഫാമിലി സബ്ജക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലിയും റിലേറ്റീവ്സിനെയും എല്ലാരെയും കൂട്ടിക്കൊണ്ടു പോവാം, കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോവാം. അവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ ഫാമിലി എന്റർടൈനർ ആയിരിക്കും സിനിമ. ഒരുപാട് കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സോങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ എല്ലാവരും പോയി കാണുക സിനിമ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. ഒരു OTT വരുന്നവരൊന്നും കാണാൻ ആരും വെയിറ്റ് ചെയ്യരുത്. ഇല്ല, OTT വരുന്നത് വരെ ഒന്നും ആരും വെയിറ്റ് ചെയ്യരുത്. ഇത് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. എല്ലാരും കാണാം. പിന്നെ ഇതില് പെർട്ടിക്കുലർലി പറയാനാണെങ്കിൽ ഇത് നമ്മുടെ മസിൽമാന്റെ ബേബിയുടെയും സിബിച്ചന്റെയും ഒരു ഭയങ്കരമായ ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് സിനിമയിൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു സിനിമ കണ്ട് പുറത്തു വന്ന് പലരും പറയുന്നത് ഇതുപോലൊരു അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലൊരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് ആണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഒരുപാട് പേര് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പ് അല്ലാതെ സിനിമയിൽ വരുന്ന എല്ലാ റിലേഷൻഷിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോ എല്ലാവരും പോയി കാണുക. എല്ലാ ജനറേഷനിലുള്ള ഓഡിയൻസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ലവ് സ്റ്റോറീസ് ഉണ്ട് സിനിമയില്. അതുപോലെ തന്നെ ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു എന്താ പറയാ, ഒരു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഞങ്ങളുടെ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് പലരും പറഞ്ഞത്. അതായത് സ്വന്തം സ്റ്റാൻഡുള്ള, സ്വന്തം ഐഡന്റിറ്റി ഉള്ള ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ കുറെ കാലത്തിന് ശേഷം കാണാൻ പറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയിൽ. അതിപ്പോ ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. ബൈ. അവിടെ സംസാരിക്കും.